പ്രിയ സ്നേഹിതരെ, ഭൂമിയിൽ നമ്മുടെ എളിയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന രണ്ട് സാധ്യതകളുണ്ട്. നിശ്ചയമായിട്ടും അതിലൊന്ന് കരിയറ, പിന്നെ മിഷൻ. ഈ രണ്ട് വാക്കുകൾക്കും ഇടയിൽ വല്ലാത്തൊരു അന്തരമുണ്ട്. കരിയർ ഒരാൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ജീവിതമാർഗമാണ്. എ കരിയർ ഈസ് സംതിങ് യു ചൂസ് ഫോർ യുവർ സെൽഫ്. മിഷൻ മറ്റൊരാൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ദൗത്യമാണ്. എ മിഷൻ ഈസ് സംതിങ് ചോസൺ ബൈ യു ഫോർ സമ്മൺ എൽസ്. ഈ ലോകത്തിന് അനുരൂപരായിരിക്കുന്നവർക്ക് കരിയർ മാത്രം മതി. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാർഗമായി മാറുമ്പോൾ പോരാട്ട വീര്യം കൂടും. നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യണം. ഉയരങ്ങളിലെത്തുവാൻ കണക്ക് കൂട്ടലുകൾ വേണം. വിജയിക്കുവാൻ മത്സരബുദ്ധി വേണം. ഒരാൾ അയാളുടെ നേട്ടങ്ങൾ ടോപ്പിലെത്തിക്കഴിയുമ്പോൾ അനുമോദിക്കുവാൻ ലോകം തന്നെ ഉണ്ടാകും. എന്നാൽ മിഷൻ അങ്ങനെയല്ല. ആത്മപരിത്യാഗം ആവശ്യപ്പെടുന്നതാണത്. വിട്ടുകൊടുക്കുവാനും തോറ്റുകൊടുക്കുവാനും സന്നദ്ധനാവണം. തെറ്റിദ്ധരിക്കപ്പെടുവാനും അപമാനിക്കപ്പെടുവാനും സാധ്യതയുള്ള വഴിയാണത്. എളിമയാണ് അതിൻ്റെ കരുത്ത്. കരിയർ നിന്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കില്ല. മിഷൻ ക്രിസ്തുവിനെ അനുഗമിക്കില്ല. കരിയർ നിന്നെ ഉയരങ്ങളിലെത്തിക്കും. മിഷൻ നിന്നെ കാൽവരിയിലെത്തിക്കും. ആദ്യത്തേത് ഈ ഭൂമിയിലേക്കുള്ള വഴിയാണ്. രണ്ടാമത്തേത് അനശ്വരത ലക്ഷ്യമാക്കുള്ള വഴിയാണ്. ആദ്യത്തേത് സ്വാർത്ഥതയാണ്. രണ്ടാമത്തേത് പരിത്യാഗമാണ്. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ രണ്ട് സാധ്യതകളിലേക്കും വിരൽ ചൂണ്ടി ക്രിസ്തു പറയുന്നു, സ്വയം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഈ ലോകത്തോട് അനുരൂപരായിരിക്കുന്നവർക്ക് ഈ വചനത്തിൻ്റെ ആഴം മനസ്സിലാകില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നത് ജീവിതം പാഴാക്കില്ല. ഏറെ മനുഷ്യരും അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ജീവിതം വിനിയോഗിക്കുക. കരിയർ ഓറിയൻറ്റഡ് ലൈഫ്. ഈ ഭൂമിയിൽ ഏറ്റവും സമ്പന്നനായിട്ട്, ഏറ്റവും ഉയരമുള്ള പർവ്വതം കീഴടക്കിയിട്ട്, ഏറ്റവും ശക്തനായ അധിപനായിട്ട് ഗിന്നസ് ബുക്കിൽ പേരെഴുതിയിട്ട് ഒടുവിൽ മരണത്തിന് മുമ്പിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം പാഴായിരുന്നുവെന്ന് ബോധ്യം വരും. നാം നമുക്ക് വേണ്ടി നേടിയതൊക്കെ ഒടുവിൽ വ്യർത്ഥമായി മാറുമെന്നേ. ആകയാൽ മിഷൻ മോട്ടിവേറ്റഡ് ജീവിതം നയിക്കുവാനുള്ള പ്രചോദനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ.